ഉയർപ്പ് മൂന്നാം ചൊവ്വ. വലിയവൻ ആരാണ്? ചെറുപ്പമായിരിക്കുമ്പോൾ എന്തെല്ലാം സ്ഥാനമാനങ്ങളാണ് നാം അലങ്കരിക്കുക. വിരമിക്കൽ പ്രായമാകുമ്പോൾ എല്ലാം അവസാനിക്കും. ചില അധികാരങ്ങൾ മരണം വരെ തുടരും. ഉദാഹരണം രാജാധികാരം. രാജാവാക്കാമെന്ന് പറഞ്ഞിട്ടും ഒഴിഞ്ഞു മാറാൻ മാത്രം ബലം യേശുവിനുണ്ടായിരുന്നു. എന്നാൽ പഴുത്തു ചീഞ്ഞ് കൊഴിഞ്ഞു വീണാലും അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ചില മനുഷ്യരുണ്ട്. മരിച്ചു കഴിഞ്ഞ് ദൈവസന്നിധിയിൽ പിന്നെ എല്ലാവരും തുല്യരാണ്. സമ്പത്തിൻ്റെ കാര്യത്തിലും ശാരീരിക അഭിലാഷങ്ങളുടെ കാര്യത്തിലുമൊക്കെ ഇത് ബാധകമാണ്. അതിനാലാണ് സന്യാസികൾ അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം എന്ന വ്രതങ്ങളെടുത്ത് സർവ്വസംഘ പരിത്യാഗികളായി ജീവിക്കാൻ മുന്നോട്ട് വരുന്നത്. യേശുവിനെ നോക്കുക. ദൈവത്തിൻ്റെ സമാനതയും പ്രാഗൽഭ്യവും നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാത്തവൻ, നശ്വരമായ പ്രശസ്തിയും അധികാരങ്ങളും പരിത്യജിച്ചവൻ, മരുഭൂമിയിലെ പ്രലോഭനങ്ങളെ അതിജീവിച്ചവൻ, അവൻ സ്വർഗ്ഗത്തിൻ്റെ പ്രതിനിധിയാണ്. ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് പറയുന്ന പൗലോസ് ശിഷ്യത്വത്തിൻ്റെ മാതൃകയാണ്. ഒരു സെറോസ്കോപ്പി പോലെ അവനുമായി താതാത്മ്യപ്പെട്ട വിശുദ്ധ ഫ്രാൻസിസ് അസിസിയാണ് മറ്റൊരു മാതൃക. അവനെ പോലെയാകാൻ ആഗ്രഹിച്ച് ജീവിതം സ്വയം മാറ്റിവെച്ചവരെ വിളിക്കുന്ന പേരാണ് സമർപ്പിതർ അല്ലെങ്കിൽ സന്യാസികൾ. വിളിക്കപ്പെട്ടിട്ടും പത്രോസിനെ പോലെ വിളിമറന്ന് ഉറക്കം തൂങ്ങിയും സ്ഥാനമാനങ്ങൾക്ക് പിറകെയും പോകുന്നവരുണ്ട്. അവർ പത്രോസിനെ പോലെ ലോകത്തിൻ്റെ പ്രതിനിധികളാണ്. യേശുവാണോ പത്രോസാണോ നമ്മിൽ കുടികൊള്ളുന്നത്? പാതി പാതി എന്നൊരു നിലപാട് ശിഷ്യത്വത്തിലില്ല. രണ്ട് യജമാന്മാരെ ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല. സ്വർഗം തേടി വന്നിട്ട് നരകം വിതയ്ക്കുന്നതാകാതിരിക്കട്ടെ നമ്മുടെ ജീവിതം.